നമുക്കിനി ചേനപ്പൂ തോരൻ ഉണ്ടാക്കാം. ചേനപ്പൂ പറിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് കൈ നന്നായി തുടച്ച് വെള്ളമൊന്നും ഇല്ലാന്ന് വരുത്തിയതിന് ശേഷം ചേനപ്പൂ ഒന്ന് അരിഞ്ഞു തുടങ്ങാം. നന്നായി അതൊന്ന് കൊത്തി അരിഞ്ഞെടുക്കണം. ചേനപ്പൂ കണ്ടു കഴിഞ്ഞാൽ ആരും വിട്ട് കളയരുത്. അത് അത്യാവശ്യം ഒന്ന് വലിപ്പം വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ പറിക്കാം. കൂടുതൽ അത് വെച്ച് നിർത്തി കഴിഞ്ഞാൽ ചീഞ്ഞ് നാറും. അവിടെ ഒന്നും നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതുപോലത്തെയാണ് കേട്ടോ. പക്ഷെ നല്ലൊരു ഐറ്റമാണ് കേട്ടോ ചേനപ്പൂ. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഒരു മീഡിയം സൈസ് സബോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് 1-2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു പിടി തേങ്ങാപ്പീര തിരികെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞെടുത്ത ചേനപ്പൂ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് സിമ്മിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചേനപ്പൂ തോരൻ റെഡി ആയിട്ടുണ്ട്. ഈസി ആൻഡ് സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.